കെട്ടുതാലിയുണ്ടായ കഥ. ഭാരതീയ സംസ്കാരം അനുസരിച്ച് സുമംഗലിയുടെ ഐഡന്റിറ്റി കാർഡാണ് കെട്ടുതാലി. അദലതാളി അഥവാ പന എന്ന വാക്കിൽ നിന്നാണ് താലി എന്ന വാക്ക് ഉത്ഭവിച്ചത്. വളരെ പണ്ടുകാലത്ത് സ്ത്രീകളും കുട്ടികളും പനയോലക്കുരുന്ന് കഴുത്തിലണിഞ്ഞു പോന്നിരുന്നു. ഈ താളി അഥവാ പനയോലക്കുരുന്ന് കാലാനുസൃതമായ മാറ്റത്താൽ പരിഷ്കരിക്കപ്പെട്ട് സ്വർണം കൊണ്ടുള്ള ആഭരണമായതോടെ അതിനാദ്യം താളിയെന്നും പിന്നീട് താളി മാറി താലിയെന്നും പേരുണ്ടായി. വിവാഹവുമായി ബന്ധപ്പെടുത്തിയേ താലിയെ നമുക്കറിയാവൂ. എന്നാൽ താലിയുടെ ഉത്ഭവത്തിന് വിവാഹവുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് സത്യം. പിന്നെ എങ്ങനെ താലി ഉത്ഭവിച്ചു? അതിനെപ്പറ്റി ഇന്നും പഴമക്കാർക്കിടയിൽ ഒരു അഭിപ്രായം നിലവിലുണ്ട്. അതിപ്രകാരമാണ്: സ്ത്രീയുടെ വന്ധ്യതയ്ക്ക് പരിഹാരമായി സ്ത്രീയുടെ ലൈംഗികാവയവത്തിന്റെ രൂപമുണ്ടാക്കി അതിൽ മാന്ത്രിക ശക്തി ആവാഹിച്ച് അതിനെ തൊട്ടുരിയാടാതെ കഴുത്തിൽ ധരിച്ചു നടന്നാൽ മാലയിലോ കറുത്ത ചരടിലോ ഈ രൂപം കോർക്കാം. പ്രശ്നപരിഹാരം വേഗം സാധ്യമാകും. പ്രാചീന കാലത്തെ മന്ത്രവാദികളുടെ ഈ പ്രചരണം വളരെ പെട്ടെന്ന് ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടുകയും ബഹുഭൂരിപക്ഷം ജനങ്ങളും മാന്ത്രിക ശക്തി ആവാഹിച്ച് സ്ത്രീയുടെ ലൈംഗികാവയവത്തിന്റെ രൂപം ധരിച്ചു നടക്കുകയും ചെയ്തിരുന്നു. ആദ്യത്തെ താലി നല്ല മിനുസമുള്ള കവടിയായിരുന്നു. ക്രമേണ കവടി കൊണ്ടുള്ള മാല ധരിച്ചു നടക്കുന്ന ഏർപ്പാട് നിലവിൽ വന്നു. കാലം വീണ്ടും പലതു പിന്നിട്ടതോടെ താലികെട്ട് വിവാഹത്തോടനുബന്ധിച്ചുള്ള ഒരു പ്രധാന ചടങ്ങായി മാറി. അതോടെ കവടികൾക്ക് ദൗർലഭ്യമുണ്ടായി. തുടർന്ന് കവടികളുടെ സ്ഥാനത്ത് സ്വർണം നിലവിൽ വന്നു. അതോടെ കലാകാരന്റെ ഭാവനയ്ക്കനുസരിച്ചും എന്നാൽ ആകൃതിക്ക് വലിയ വ്യത്യാസമില്ലാത്ത തരത്തിലും ഇന്നു കാണുന്ന കെട്ടുതാലിയുണ്ടായി. അങ്ങനെ ലിംഗാരാധനയുടെ ഭാഗമായി ഉത്ഭവിച്ച് സന്താനോൽപാദനാർത്ഥം ഉപയോഗിച്ചു പോന്നിരുന്ന താലി കാലത്തിന്റെ മാറ്റത്തിൽപ്പെട്ട് ഇന്നത്തെ പുരുഷ മേധാവിത്വത്തിന്റെ പ്രതീകമായി തീർന്നു. സ്ത്രീകൾ പരമപവിത്ര വസ്തുവായി ഇന്നും താലിമാലയെ ആരാധിക്കുന്നു.